നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ, മാക്സിമം ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചും റെഗുലർ സ്റ്റുഡൻസിനോടൊപ്പം തന്നെ +2 +1 സേ എഴുതുന്ന കുട്ടികൾ. കാരണം ഏറ്റവും പുത്തൻ അപ്ഡേഷൻ അനുസരിച്ച് അടിമുടി മാറ്റമാണ് തിയറിക്കും പ്രാക്ടിക്കലിനും കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെൻറ്. പ്രാക്ടിക്കലൊക്കെ പല എക്സ്പീരിയൻസിൻ്റെ എണ്ണം, കോർഡിനേഷൻ അധികം എണ്ണം, എക്സ്പീരിയൻസിൻ്റെ നമ്പർ ഓഫ് എക്സ്പീരിയൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ടില്ല പരീക്ഷകൾക്ക്. ഇപ്പം നമ്പർ ഓഫ് എക്സ്പീരിയൻസിൻ്റെ എണ്ണം കൂട്ടാൻ പോകുന്നു എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ പാറ്റേൺ അടിപൊളി മാറുകയാണ്. സാധാരണ രീതിയിലുള്ളൊരു നിസ്സാര രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് മാറി ഉറപ്പായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3 കൊല്ലം തോൽവിയുടെ എണ്ണം വളരെയധികം ഇരട്ടി കൂടുതലായി വർദ്ധിച്ചു വരുന്നതാണ്. 40,000-ൽ നിന്നും 2023 40,000 പേര് തോറ്റെടുത്തു. 2024 80,000-ൽ കൂടുതലായി. അത് 1,00,000-ന് മുകളിൽ പോയി 2025. അന്നേരം ഇനിയും ക്വസ്റ്റ്യൻ പാറ്റേൺ കൂട്ടുകയും അറിയിച്ച കുട്ടികൾ ജയിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോകുമ്പോൾ കുട്ടികളും വളരെയധികം കരുതിയിരിക്കണം. പാറ്റേൺ അനുസരിച്ചുള്ള സ്ഥിരമായുള്ള നമ്മൾ പറയത്തില്ലേ ക്ലീഷേ ചോദ്യങ്ങൾ, സ്ഥിരമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കുറേ കണ്ടുപിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്, പുത്തൻ രീതിയനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മാർക്ക് ഭയങ്കരധികം കുറയും, ഒരുപാട് തോൽവികളുണ്ടാവും. ഇപ്പം നമ്മുടെ ബാച്ചസിലാണെങ്കിൽ പോലും ഇപ്പം ഞാൻ തന്നെ ഇപ്പം നമ്മൾ 23 വർഷമായിട്ട് അധ്യാപകനാണ്. നമ്മൾ ഓരോ വർഷവും കൃത്യമായി സിലബസ് അനുസരിച്ച് മാറ്റം വരുത്തുകയും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് വളരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യുന്നൊരു അധ്യാപകനാണ്. കാരണം അങ്ങനെ ചെയ്താലേ അധ്യാപകർക്കും നിലനിൽപ്പുള്ളൂ, കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ 100%. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ സേ എഴുതുന്ന കുട്ടികൾ, +1 +2 സേ എഴുതുന്ന കുട്ടികൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് പലരും എടുത്ത് പഠിപ്പിക്കും. പക്ഷേ അതൊരു പ്രയോജനമില്ല. നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കും, പക്ഷേ അതിനൊരു പ്രയോജനം ഇല്ലാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സിലബസ് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോയി അതിൻ്റെ സിമ്പിളായിട്ടുള്ള നോട്ട്സും വെച്ച് പഠിച്ചു പോയാൽ നമുക്ക് ഈസി ആയിട്ട് ജയിക്കാം. എപ്പോഴും ചെയ്യേണ്ടത് ഏത് കുട്ടികൾ, റെഗുലറോ പ്രത്യേകിച്ച് സേ കുട്ടികളും ചെയ്യേണ്ടത് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ജനുവരി ഫെബ്രുവരി ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. റെഗുലർ സ്റ്റുഡൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതിനോടൊപ്പം സേ കുട്ടികളെ ഞാൻ വേർതിരിച്ച് കാണുന്നില്ല, നല്ല അടിപൊളി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇഷ്ടം പോലെ സമയമുണ്ട്. 6 വിഷയം പോയിട്ടുള്ള കുട്ടികൾക്ക് പോലും നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം എല്ലാവരും കരുതിയിരിക്കുക, പുത്തനായിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി കരുതിയിരിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുത്തൻ അപ്ഡേറ്റ്സ് ആയിട്ട് ഉടൻ വരും. നോട്ടിഫിക്കേഷനൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ +2 +1 സൈഡൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം തന്നെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവിധ നോട്ടിഫിക്കേഷനും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ചാനൽ നമ്മൾ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അന്നേരം എല്ലാവരും തയ്യാറെടുക്കുക, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ജയിക്കാൻ സാധ്യത, അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.